കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി നികുതികാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിജെപിക്ക് ജയം. ജയത്തിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയാണ് UDFും LDFും. 10 വർഷത്തിന് ശേഷം UDFിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും ലഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് ഇപ്പോൾ 13 സീറ്റ് കിട്ടിയെന്ന സന്തോഷം മാത്രമല്ല, നികുതികാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനമെന്ന പദവി കൂടെയുണ്ട്. അതും കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിലാദ്യമായി. BJPയുടെ വിനീത സജീവൻ നികുതികാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ UDFും LDFും പരസ്പരം BJP ബന്ധം പഴിചാരി വിവാദങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. 9 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. 4 BJP, 4 UDF, 1 LDF എന്നതായിരുന്നു നില. LDF അംഗം വിട്ടുനിന്നതോടെ നറുക്കെടുപ്പായി. നറുക്കെടുപ്പിൽ BJPക്ക് ജയം. LDFും UDFും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി. BJP അത് തകർത്തു. അതാണ് തങ്ങളുടെ വിജയമെന്ന് വിജയപ്പൊലിവിൽ തന്നെ പറയുന്നു BJP. എന്തുകൊണ്ട് ടാക്സ് അപ്പീലിൽ CPMന് ഒരംഗം മാത്രമുണ്ടായി? 4ഉം 5ഉം പേരെ ജയിപ്പിക്കാൻ അതിന് അംഗബലമുണ്ടായിരുന്ന CPM തലേ ദിവസത്തെ ധാരണ പ്രകാരം ഇത് UDFന് കൊടുത്തു. ആ ധാരണയെയാണ് സമർത്ഥമായി ഞങ്ങൾ പൊളിച്ചടക്കിയിട്ടുള്ളത്. BJP CPM കൂട്ടുകെട്ടാണ് BJPയുടെ വിജയത്തിന് കാരണമെന്ന് തിരിച്ചടിക്കുന്നു UDF. ആത്മാർത്ഥമായി CPM അങ്ങനെ ആഗ്രഹിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സംവരണ സീറ്റ് മത്സരിക്കാൻ പാടില്ലായിരുന്നു. അവരെന്തിനാണ് മത്സരിച്ചത്? അവർ മത്സരിച്ച് തോൽപ്പിച്ചത് ഞങ്ങളെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ബാക്കി ജനറൽ സീറ്റുകൾ മുഴുവൻ ഒഴിച്ചിട്ടു. ആ ജനറൽ സീറ്റിൽ CPM മത്സരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരള സംസ്ഥാനത്തൊട്ടാകെ ഇവരുടെ അവിശുദ്ധ ബന്ധം തുടരുന്നു എന്ന തെളിവാണ് ഇതൊക്കെ. കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് കാരണം ഒരു വിഭാഗം BJPയുമായി സഖ്യം ചേർന്നതാണ് BJPക്ക് ജയിക്കാനുള്ള അവസരമൊരുക്കിയതെന്ന് അതേ നാണയത്തിൽ CPMും തിരിച്ചടിച്ചു. ആ കമ്മിറ്റിക്കകത്ത് യഥാർത്ഥത്തിൽ 4 പേരാണ് UDFിൻ്റെ അംഗങ്ങളുള്ളത്. ഒരാളെ കൂടി കൂടുതൽ കൊടുത്താൽ ആ കമ്മിറ്റി അവർക്ക് വിജയിക്കാൻ കഴിയും. പക്ഷേ അനാവശ്യമായുള്ള കമ്മിറ്റിയിലേക്ക്, അവർ വിജയിച്ച് വരാൻ സാധ്യതയില്ലാത്ത കമ്മിറ്റിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ കൊടുക്കുകയും ചെയ്തു. നേതൃത്വ തലത്തിലുണ്ടാവുന്ന ഗ്രൂപ്പ് വഴക്കും ആ ഗ്രൂപ്പ് വഴക്ക് സൃഷ്ടിച്ച ശൂന്യതയിൽ നിന്നാണ് BJPയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിൽ ഒരു വിഭാഗം രൂപപ്പെടുത്തിയത്. അത് തന്ത്രപരമായി വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞു. 10 വർഷത്തിനു ശേഷം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ലീഗ് സ്വതന്ത്രയായ കവിത അരുൺ തിരഞ്ഞെടുക്കപ്പെട്ടു. 8 സ്ഥിരം സമിതി അധ്യക്ഷന്മാരിൽ 6 പേർ LDFും ഒരാൾ UDFും ഒരാൾ BJPയുമാണ്. 28 കൗൺസിലർമാരുള്ള UDFന് വേണമെങ്കിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജയിക്കാമായിരുന്നു. പ്ലാനിങ്ങിൽ പിഴവ് പറ്റിയെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിലുണ്ട്. BJPക്കെതിരെയുള്ള പോരാട്ടമെന്ന് പറയുന്ന LDFന് വേണമെങ്കിൽ UDFന് ഒരു കൈ കൊടുക്കാമായിരുന്നു. പക്ഷെ വിട്ടുനിന്നു. എന്തായാലും ജയം BJPക്ക് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.